ഏതായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒന്ന്, ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനിറങ്ങിയ വാജ്പേയിയുടെ കാലം. മറ്റൊന്ന്, ഈ രാജ്യം മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരായപ്പോൾ കേരളം ഇന്ദിരാഗാന്ധിക്ക് ഒപ്പം നിന്നത്. കഴിഞ്ഞ ദിവസം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ BJP സീറ്റ് നേടിയാൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷേ അറം പറ്റിയതുപോലെ അത് സംഭവിച്ചു. കാരണം അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും BJP വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ പഴയ ആ ഒരു പവർ BJPക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് പല ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു, വിശകലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം മുൻപ് പല വാർത്തകളിൽ നമ്മൾ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഇല്ലെങ്കിൽ ഒന്നര ആഴ്ചയ്ക്ക് മുമ്പ് RSSൻ്റെ മേധാവി മോഹൻ ഭഗവതും നൽകിയിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഈ BJP നേതൃത്വത്തോട് RSS ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾ സ്വന്തമായി മുൻപോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഇത്തവണ BJP അത് അക്ഷരം പ്രതി പാലിച്ചു. JP നദ്ദ അത് പരസ്യമായി പറഞ്ഞു. RSSൻ്റെ സഹായമില്ലാതെയാണ് തങ്ങൾ ഇത്തവണ ഇറങ്ങിയതെന്ന്. ഉത്തർപ്രദേശ് പോലെയുള്ള ഇടങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ RSSൻ്റെയോ മുതിർന്ന കാര്യകർത്താക്കൾ ആരും തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ദക്ഷിണേന്ത്യയിൽ പോലും ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ ഓരോ മണ്ഡലത്തിൻ്റെ ചുമതലകളിൽ RSSൻ്റെ മുതിർന്ന കാര്യകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവരെയൊന്നും മഷിയിട്ട് നോക്കിയാൽ കാണുമായിരുന്നില്ല. കാരണം ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. കോൺഫിഡൻസ് അങ്ങേയറ്റമാകുമ്പോൾ കൂടെ നിൽക്കുന്നവർ ഇല്ലായെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ കഴിയുമെന്ന് കരുതി. അത് ഒരു തരത്തിൽ ഗുണം ചെയ്തു എന്ന് പറയാം. കാരണം ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലും അധികം തകർന്ന് തരിപ്പണമാകാതെ ഈ ഒരു സീറ്റിന്, അതായത് കേവല ഭൂരിപക്ഷത്തിന് അടുത്ത് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ RSSനെ സന്തോഷിപ്പിക്കുന്നുണ്ടാകും. കാരണം ഇത്തവണ രാജ്യത്ത് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സംഘപരിവാറിൻ്റെ സഹായം ഇല്ലാതെ തന്നെയാണ്. പലവട്ടം RSS പറഞ്ഞത് ഒടുവിൽ BJP കേട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അത് പരസ്യമായി പറയാൻ നദ്ദയ്ക്ക് മടിയുണ്ടായില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ സൂചന മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു, കർഷകരെയും തൊഴിലില്ലാത്തവരെയുമൊക്കെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു നല്ല ഭരണാധികാരിയായി മാറുന്നതെന്ന്. അതിനെ ചിലരൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ചു. ചിലരൊക്കെ RSSും BJPയും തമ്മിലുള്ള ആ ഒരു ശത്രുതയാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു വരത്തി. പക്ഷേ സംഭവം അതല്ലായിരുന്നു. കാരണം RSSന് മുൻകാലങ്ങളിൽ മുൻപും എപ്പോഴും ഇല്ലെ BMSനായാലും അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. കർഷക സമരത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഇവിടെ BJPയാണ് ഇത്തവണ രാജ്യത്ത് എമ്പാടും തേർതെളിച്ചത്. എല്ലായിടത്തും അവരുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോയി. അതൊട്ടും മോശമായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതുവരെ RSSൻ്റെയും അതുപോലെ സംഘപരിവാർ സംഘടനകളും ചിറകിലേറിയായിരുന്നു BJP മുൻപോട്ട് പോയിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലും BJPക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ഈ പരാജയത്തിന് ചില കാര്യകാരണങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് UP അടക്കമുള്ള പലയിടങ്ങളിലും BJPക്കകത്തുള്ള പുഴുക്കുത്തുകളുണ്ട്. അവയെ തിരിച്ചറിഞ്ഞ് പുറത്താക്കേണ്ടതായിരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം റായ്ബറേലിയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. റായ്ബറേലിയിൽ BJP പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന്. അവിടുത്തെ 5 MLAമാരാണ് ഇത്തവണ അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അതിന് രംഗത്ത് വന്നത്. സാക്ഷാൽ അമിത്ഷാ വിളിച്ചിട്ട് പോലും അവരൊരു കോംപ്രമൈസിന് തയ്യാറായില്ല. അദ്ദേഹം വിളിച്ച മീറ്റിങ്ങിന് പോലും അവർ പങ്കെടുത്തില്ല. കർണാടകത്തിലേക്ക് വന്നാൽ ഒരു മണ്ഡലത്തിൽ 4ഉം 5ഉം ഗ്രൂപ്പുകളായി. ഇത്തരത്തിൽ അധികാര കൊതിമൂത്ത അനവധി പേർ പലയിടത്തുമുണ്ട്. ഇനി ഒരുപക്ഷെ രാജസ്ഥാനിൽ ആരുടെ തലവുരുളുമെന്നാണ് ഇനി നോക്കിയിരിക്കേണ്ടത്. വസുന്ധരാജ സിന്ധ്യയുടെ തലവുരുളുമോ എന്നും നോക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഓരോരുത്തടത്തും ഓരോരോ ചെറിയ നീർക്കോലികൾ തലവെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. സ്വാഭാവികമായും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക സാധാരണമാണ്. പക്ഷേ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അത്തരം സംഭവ വികാസങ്ങൾ അധികം കേഡർ പാർട്ടികൾ ഉണ്ടാകാറില്ല. ഏതായാലും BJP ഇനി ഒരുങ്ങുക. ഈ 5 വർഷക്കാലം അവരുടെ മുൻപിലുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും വേറെങ്ങും തിരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ വെട്ടി നിരത്താൻ കഴിയും, അടിച്ച് ഒതുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പാർട്ടി ശുദ്ധീകരണത്തിനാകും അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. ഏതായാലും ഒറ്റയ്ക്ക് തന്നെയാണ് അവർ കളത്തിലിറങ്ങിയത്. വലിയ പരാജയം നേരിട്ടില്ല. എന്നാൽ ദക്ഷിണേന്ത്യ പോലുള്ള ചില സ്ഥലങ്ങളിൽ അവർക്ക് പടർന്ന് കയറാനും കഴിഞ്ഞു. ഇതൊരു നേട്ടം തന്നെയാണ്. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിലും അദ്ദേഹത്തിൻ്റെ ചാണക്യൻ എന്ന് പറയുന്ന അമിത്ഷായിലും ഊന്നി മുൻപോട്ട് പോകുമ്പോൾ ആദ്യം ഒരല്പം പ്രയാസകരമായിരിക്കും ഈ ഭരണമെങ്കിലും ഈ ഭരണം തുടങ്ങി 3 മാസം തികയും മുമ്പ് തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർ ഉണ്ടാക്കിയിരിക്കും. അതിനൊരു കാരണമുണ്ട്. 2025 BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു വർഷമാണ്. 2025 RSSൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നു. അതിനു മുമ്പ് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയേ പറ്റൂ. BJP കണക്ക് തന്ത്രശാലിയായ ഒരു പാർട്ടിക്ക് അതുണ്ടാക്കുക വളരെ എളുപ്പമാണ്. ആടി നിൽക്കുന്നവനെയും ഒറ്റയ്ക്ക് നിൽക്കുന്നവനും ചാക്കിൽ കയറ്റി അവർ അവരുടെ കേവല ഭൂരിപക്ഷം തെളിയിക്കും.
കേവല ഭൂരിപക്ഷമായി മുൻപോട്ട് പോകും. പതുക്കെ പതുക്കെ ഈ ഒരു ഭൂരിപക്ഷം 350 കടത്തി അവർ വിടും. ഭരണം അവസാനിക്കുമ്പോഴേക്കും ഒരുപക്ഷെ മോദി പറഞ്ഞതുപോലെ 400-നടുത്ത് എത്തിയേക്കാം. അതുതന്നെയാണ് പ്രതിപക്ഷത്തെയും ഭയപ്പെടുത്തുന്നത്. കാരണം ഇതുവരെ മോദി തുടങ്ങി വെച്ച ഭരണപരിഷ്കാരങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നെങ്കിലും സാമ്പത്തിക നയം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിലും ഇനിയും BJP തുടർന്നേ പറ്റൂ. കുറഞ്ഞപക്ഷം 2025 RSS അവരുടെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യം ഭരിക്കേണ്ടത് BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്തിനും തയ്യാറാകും. ഇപ്പോൾ കുറച്ചു മുമ്പേ ദേശീയ ചാനൽ, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ചാനൽ കേട്ടപ്പോൾ അതിൽ പറഞ്ഞ രസകരമായൊരു കാര്യമുണ്ട്. ഈ കേന്ദ്രം ഭരിക്കുന്ന BJP ഒരു കോളിൽ ചിലപ്പോൾ DMKയും വന്നേക്കാമെന്ന്. അതൊക്കെ അനന്ത സാധ്യതകളാണ്. BJPയെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനും ഒരു മടിയുണ്ടാകില്ല. മുൻപ് നമുക്കറിയാം, അവർ ഒരിക്കലും കൂട്ടുകൂടില്ല എന്ന് കരുതിയ PDPയുമായി കൂട്ടുകൂടിയ ചരിത്രം BJPക്കുണ്ട്. ഒപ്പം നിതീഷ് കുമാറിന് ജീവിതത്തിൽ കൂട്ടില്ല എന്ന് അമിത്ഷാ പറഞ്ഞ് നാവ് വായിലിടും മുമ്പ് ആ നിതീഷുമായി കൂടി ബീഹാർ ഇപ്പോൾ ഭരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല എന്നാണ് എപ്പോഴും BJP പറയാറുള്ളത്. എതിരാളികൾ മാത്രമേ ഉള്ളൂ. എതിരാളികളാകുമ്പോൾ സൗകര്യപൂർവ്വം കൂടെ ചേർക്കാനും കഴിയും. അങ്ങനെ ഒരു ഭരണമായിരിക്കും. പക്ഷേ ഇങ്ങനെ അസ്ഥിരമായി നിൽക്കുന്ന, അതായത് ഒറ്റ കക്ഷിക്ക് കേവല ഭൂരിപക്ഷമില്ലാതെ അസ്ഥിരമായി നിൽക്കുന്ന ഭരണം ഈ രാജ്യം ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവിടെ സംഭവിച്ച മറ്റു ചില കാര്യങ്ങളുണ്ട്. അത് വിശദമായ ഒരു അനാലിസിസിന് വിധേയമാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് BJPക്ക് ഈ ഒരു തിരിച്ചടി നേരിട്ടുവെന്ന്. അമിതമായ ആത്മവിശ്വാസവും ഒപ്പം തന്നെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് തന്നെയാണ്. UPയിൽ പ്രചരണത്തിന് പോയി മടങ്ങിയെത്തിയ അമിത്ഷാ നിരാശനായിരുന്നുവെന്ന് ചില മാധ്യമങ്ങൾ അന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇനി വിഴുപ്പലക്കലിൻ്റെ കാലമായിരിക്കാം. BJP ആണെങ്കിൽ ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് അധികം വാർത്തകളൊന്നും പുറത്തു കിട്ടാൻ സാധ്യതയില്ല എങ്കിലും കിട്ടുന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങൾക്ക് മെനഞ്ഞുണ്ടാക്കാൻ കഴിയും, ഇല്ലെങ്കിൽ നൽകാൻ കഴിയും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ റിസൾട്ട് പൂർണ്ണമാകുന്ന ആ ഒരു സമയത്തിന് ശേഷം വിശദമായി തന്നെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഏതായാലും ഒരു വലിയ പരാജയത്തിൽ നിന്ന്, പടുകുഴിയിൽ നിന്ന് പതുക്കെ BJP കരകയറി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് BJP ഒറ്റയ്ക്ക് തന്നെയാണ് നേരിട്ടത്. സംഘപരിവാറിൻ്റെ സഹായമുണ്ടായില്ല. കാരണം അത് സംഘപരിവാറും BJPയും തമ്മിലുള്ള എതിർപ്പ് കൊണ്ടായിരുന്നില്ല. പകരം ഒറ്റയ്ക്ക് നടക്കാൻ BJP തീരുമാനിച്ചതാണ്. ഈ തീരുമാനം അവർ സ്വയം എടുത്തതുമല്ല. RSS മുൻകാലങ്ങളിൽ പറഞ്ഞത് അവർ പ്രാവർത്തികമാക്കിയതാണ്. ഏതായാലും പരീക്ഷണം പാളിയില്ല. കാരണം പരീക്ഷണം പാളിയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. ഏതായാലും ഇതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന പ്രാഥമികമായ വിവരം. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ സംസ്ഥാനത്തും എന്താണ് സംഭവിച്ചതെന്ന്. അവർ പ്രതീക്ഷിച്ചിരുന്ന ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബംഗാളുമാണ് അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചത്. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത തെക്കൻ ഇടങ്ങളിലെല്ലാം പ്രതീക്ഷയ്ക്ക് വക നൽകിക്കൊണ്ട് ഓരോ താമരമുകുളങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതലായി തന്നെ നമുക്ക് വിശകലനത്തിലേക്ക് പോകാം. ഇതിനാണ് ന്യൂസിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.